എല്ലാ പ്രിയപ്പെട്ടവർക്കും അക്കൗണ്ട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും വളരെ നല്ലോണം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫൈനൽ എക്സാമിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡിൽ എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ എഴുതാൻ സ്ഥലമില്ല, നമ്മൾ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക, അതേപോലെ തന്നെ എന്തുകൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ ആദ്യം തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഏതൊക്കെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത് ഏതൊക്കെയാണ്, ബാലൻസ് ഷീറ്റിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യമേ ഒരു എന്തുണ്ടാക്കി വെക്കുക, നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാൽ മതി, ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ മതി. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പൊ അതിന്റെ മുന്നേ ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക, കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓരോ ഹെഡും നമ്മൾ ഏതിന്റെ അണ്ടറിലാണ് വരിക, ഏത് ഫൈനൽ അക്കൗണ്ടിലാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാ വരിക, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ എന്ത് ചെയ്യാം, കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അതേപോലെ തന്നെ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എവിടെ കാണിക്കാൻ മതി, ബാലൻസ് ഷീറ്റിലാണ് വരിക. സാലറി എന്ന് പറഞ്ഞാൽ എന്താ, സാലറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണ് എന്തെന്ന് പറഞ്ഞാല് സാലറി. എന്ത് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണ്. അതുകൊണ്ട് സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്തത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എവിടെയാണ് വരുന്നത്, ഡെപ്റ്റേഴ്സ് നമുക്കറിയാം അസറ്റ് ആണ്. എവിടെയാണ് വരിക, നമ്മളുടെ ബാലൻസ് ഷീറ്റിലാണ് ഡെപ്റ്റേഴ്സ് വരിക. അടുത്തത് നമ്മുടെ പർച്ചേസ് ആണ്. പർച്ചേസ് എവിടെയാണ് വരിക, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എന്ത് വരിക, പർച്ചേസ് വരിക. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എന്ത് വരിക, നമ്മുടെ പർച്ചേസ് വരിക. അടുത്തത് എന്താ, ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. കാരണം ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുകയാണ്, നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. അടുത്തതാണെന്ത്, ഫർണിച്ചർ അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ വരും. അടുത്തത് വേജസ് എന്ന് പറഞ്ഞാൽ തെറ്റിക്കാൻ പാടില്ല. വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എവിടെയാണ് വരിക, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് വരിക. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അടുത്ത മോട്ടോർ വാൻ നമുക്കറിയാം അസറ്റ് ആണ്. എവിടെയാണ് വരിക, ബാലൻസ് ഷീറ്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നത് ഒരു ട്രയൽ ബാലൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എന്താ, ഒരു ട്രയൽ ബാലൻസ് ആണ് തന്നത്. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ നമ്മൾ ട്രയൽ ബാലൻസ് പഠിച്ചിട്ടുണ്ട്, അത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ട്രയൽ ബാലൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രയൽ ബാലൻസ് രണ്ട് സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും. അപ്പൊ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് ബാലൻസ് കോളത്തില് അസറ്റും എക്സ്പെൻസും ആണ് വരിക. അത് തെറ്റിപ്പോവാൻ പാടില്ല. അപ്പൊ ഈ സൈഡിൽ എന്താണ് ഉണ്ടാവുക, അസറ്റും എക്സ്പെൻസും ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക്, ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലാബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ആണ് വരിക. അപ്പം അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അസറ്റും എക്സ്പെൻസും എവിടെയാ വരിക, ഇവിടെയാണ് വരിക. അപ്പൊ ഇവിടെ വരുന്നതൊക്കെ ഒന്നുകിൽ അസറ്റ് ആയിരിക്കും, നമ്മുടെ ട്രയൽ ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്ന ട്രയൽ ബാലൻസ് ആണ്. ആ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതൊക്കെ എന്തായിരിക്കും, ഒന്നുകിൽ അസറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതൊക്കെ എന്താണ്,
ലാബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. ഒന്നുകിൽ ലാബിലിറ്റി ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ ഇൻകം ആവാം. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഏത് വരിക, നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ വരിക. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിലാണ് വരിക, സെയിൽസ് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക, ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം ബാലൻസ് ഷീറ്റിലാണ് വരിക, ഇൻട്രസ്റ്റ് നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. പക്ഷെ ഇത് ഇൻട്രസ്റ്റ് കിട്ടിയതായിരിക്കും. കാരണം എന്താ, ക്രെഡിറ്റ് സൈഡിൽ വരുന്നതൊക്കെ എന്താണ്, ഇൻകം ആണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്, ഇൻട്രസ്റ്റ് കിട്ടിയതാണ്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് പോകുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കുക. അപ്പൊ നമ്മളിവിടെ ട്രേഡിംഗ് അക്കൗണ്ടിലും വരും, ബാലൻസ് ഷീറ്റിലും വരും. അതേപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 1000. എന്താ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാല്, നമ്മൾ സാലറി എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട്, നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇതൊരു ലാബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡ് കാണിക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സാലറിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം എന്ത്, നമ്മുടെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞതാണ്, അത് നിങ്ങളൊന്ന് കാണാം. അപ്പൊ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, സാലറിയുടെ കൂടെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് വരുന്നത് എന്താ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് എന്ത് കിട്ടി, ഇൻട്രസ്റ്റ് നമുക്ക് എന്തായിട്ട് കിട്ടിയതാണ്, അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. അപ്പം ഇത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് പൈസ കിട്ടിയാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അതും ഒരു എന്താണ്, ലാബിലിറ്റി ആണ്. കാരണം നമുക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടി, നമ്മൾ അതിന്റെ എന്ത് ചെയ്തു കൊടുക്കാനുണ്ട്, അതിന്റെ ജോലി നമ്മൾ ചെയ്തു കൊടുക്കാനുണ്ട്. അഡ്വാൻസ് ആയിട്ട് ഇൻകം കിട്ടിയതാണ്, അത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരു ലാബിലിറ്റി ആണ്. അപ്പം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡ് കാണിക്കുക. അതേപോലെ തന്നെ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഇൻകം നമ്മൾ ലെസ് ആണ് ചെയ്യേണ്ടത്. കാരണം അത് ഈ വർഷത്തെ ഇൻകം അല്ല, അത് അടുത്ത വർഷത്തെ ഇൻകം ആയിരിക്കും. ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ ഇൻകം മാത്രമേ നമ്മൾ ഈ വർഷം കാണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇൻകത്തിൽ നിന്ന് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പം അത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എവിടേക്ക് പോവുക, പ്രോബ്ലത്തിലേക്ക് പോവുക. അപ്പൊ നമുക്ക് ട്രയൽ ബാലൻസ് തന്നാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താ, നമുക്ക് ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസ് തന്നാല് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതൊക്കെ, ഡെബിറ്റ് ബാലൻസിൽ വരുന്നതൊക്കെ എന്താണ്, ഒന്നുകിൽ അസറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് ബാലൻസ് തരുന്നതൊക്കെ എന്തായിരിക്കും, ഒന്നുകിൽ ക്യാപിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ലാബിലിറ്റി ആയിരിക്കും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് പോയാൽ മതി, നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സിലേക്ക് നമ്മൾ കടന്നാൽ മതി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാനൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ബോർഡിൽ വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, പിന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മുകളിൽ എഴുതാൻ മറന്നു പോയതും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ എഴുതണം. എന്നോട് സ്ഥലത്തിന് ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എഴുതാത്തത്, നിങ്ങൾ എഴുതണം. ആദ്യം തന്നെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, എത്ര ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നത്, 10,000 രൂപ. അടുത്ത നമ്മുടെ പർച്ചേസ്, നമ്മളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പർച്ചേസ് എത്രയാ വന്നത്, 50,000. അടുത്ത നമ്മുടെ വേജസ് എത്രയാ വന്നത്, 5,000. ഇത്രയുമാണ് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. നേരെ നമുക്ക് ഡെബിറ്റ് സൈഡ് നമുക്കറിയാം, ഇത് ക്രെഡിറ്റ് സൈഡാണ്. നേരെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോയാൽ ആദ്യം നമുക്ക് സെയിൽസ് എത്രയാണ്, 1,04,000. പിന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അറിയാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ വന്നിട്ടുള്ളത്, 12,000. ഇനി നമുക്ക് രണ്ട് സൈഡ് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെയാണ് കൂടുതൽ വന്നത്, 1,16,000 വന്നു. ഇവിടെയും 1,16,000 ഞാൻ എഴുതി, 1,16,000. ഇവിടെ കൂടുതലായതുകൊണ്ട് നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എത്ര ഗ്രോസ് പ്രോഫിറ്റ്, 51,000 ആണ് വന്നത്. എല്ലാവർക്കും അതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സാമിന് എത്ര വന്നു, 51,000 വന്നു. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇവിടേക്ക് കാണിക്കുന്നു 51,000.
ദെൻ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ സാലറി ആണ്. സാലറി എത്രയാ വന്നിട്ടുള്ളത്, 5000 ആണ്. സാലറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പം ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എത്രയാ വന്നിട്ടുള്ളത്, 1000. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വന്നു, 6000. അതേപോലെ ഇൻഷുറൻസ് വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് എത്രയാ വന്നിട്ടുള്ളത്, 2000. നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാ വന്നിട്ടുള്ളത്, അവിടെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണ്, 3000 ആണ്. പക്ഷേ ഒരു അഡ്വാൻസ് ഉണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്ത് വെക്കരുത്. ഇതെന്താ ചെയ്യേണ്ടത്, ലെസ്സാ ചെയ്യേണ്ടത്. കാരണം അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലെസ് ചെയ്യുക. എത്ര രൂപ, 500 രൂപ. അപ്പൊ 2500 വന്നു. ഇത്രയാണ് വന്നത് നമുക്ക്. അപ്പൊ ടോട്ടൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 53,500 വന്നു. 53,500 വന്നു. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടി 45,500. അപ്പൊ നമ്മൾ എന്ത് കണ്ടു, ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിച്ചു, നെറ്റ് പ്രോഫിറ്റും കണ്ടുപിടിച്ചു. നേരെ നമുക്ക് എന്തിലേക്ക് പോവാം, ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ഓക്കെ, ബോർഡിൽ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് വരച്ചിട്ടുണ്ട്. ഇത് എന്ത് സൈഡാണ്, ലയബിലിറ്റീസ് എമൗണ്ട്. ഇത് അസറ്റ് എമൗണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ ഞാൻ എന്ത് എഴുതി, നമ്മുടെ ക്യാപിറ്റൽ ഞാൻ എഴുതി. ക്യാപിറ്റൽ എത്രയാ വന്നിട്ടുണ്ടായിരുന്നത്, ക്യാപിറ്റൽ 50,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ വന്നത്. പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. നെറ്റ് അപ്പൊ 50,000 പ്ലസ് 45,500, 50, 60, 70, 80, 90, 95, 500. അടുത്ത നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട് ലയബിലിറ്റി സൈഡിൽ. ക്രെഡിറ്റേഴ്സ് എന്താ, ലയബിലിറ്റി ആണ്. എത്രയാ വന്നിട്ടുള്ളത്, ക്രെഡിറ്റേഴ്സ് 10,000 രൂപ. അതേപോലെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസും എഴുതാൻ മറന്നു പോയതും. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എത്രയാ വന്നിട്ടുള്ളത്, 1000 രൂപ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എത്രയാ വന്നിട്ടുള്ളത്, 500 രൂപ. അപ്പൊ ഇത്ര എഴുതിയപ്പോ നമ്മുടെ ലയബിലിറ്റി സൈഡ് എന്തായി, കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നേരെ അസറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാ വന്നിട്ടുള്ളത്. ഫർണിച്ചർ ഉണ്ട്. എത്രയാ ഫർണിച്ചർ വന്നത്, 10,000. അതേപോലെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, മോട്ടോർ വാൻ വന്നിട്ടുണ്ട്. എത്രയാ വന്നിട്ടുള്ളത്, 10,000. മോട്ടോർ വാന് 30,000. അതേപോലെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് താഴെ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, 12,000. അതേപോലെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് എത്രയാ വന്നിട്ടുള്ളത്, 25,000. അതേപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എത്ര വന്നിട്ടുണ്ട്, 30,000. അപ്പൊ ഇത്രയുമാണ് ഇവിടെ വരിക, ബാലൻസ് ഷീറ്റിൽ വരിക. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും കറക്റ്റ് ആയിട്ട് എഴുതുക. അഡ്ജസ്റ്റ്മെന്റിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്സ് ഒക്കെ അസറ്റ് സൈഡിലാണോ ലയബിലിറ്റി സൈഡിലാണോ നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ മറന്നു പോകരുതും. ഇപ്പൊ നമുക്ക് രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1,07,000. 1,07,000 നമുക്ക് കിട്ടും. രണ്ട് സൈഡും ഈക്വൽ ആയി. ബാലൻസ് ഷീറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പം എല്ലാവരും ഇത് ചെയ്ത് ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്കൊന്ന് ചെയ്ത് നോക്കാം എക്സാമിന്റെ മുന്നേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതും. അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.